വെൽക്കം ടു 7 Day Miracles ചാനൽ. ഇന്ന് ഞാൻ നിന്നോട് പറയാൻ പോകുന്നത് നിന്റെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റിമറിക്കുന്ന ഒരു വിഷയമാണ്. മറ്റുള്ളവർ നിന്നെ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തെ? അതിന് 5 പ്രധാന കാരണങ്ങളുണ്ട്. ശ്രദ്ധിക്കൂ, ഞാൻ പറയുന്നത് വെറും തിയറിയല്ല, ഇതൊരു പ്രായോഗിക സത്യമാണ്. ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണണം. നിനക്ക് തോന്നിയിട്ടുണ്ടോ ആരും നിന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന്? നീ ആരെയും ആകർഷിക്കുന്നില്ല എന്ന്? എങ്കിൽ അത് തെറ്റാണ്, പൂർണ്ണമായും തെറ്റ്. ഇന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം നീ ഒരു പുതിയ മനുഷ്യനാകും, ഞാൻ ഉറപ്പു തരാം. റീസൺ 1, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആത്മവിശ്വാസം. ശ്രദ്ധിക്കൂ, ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയെ കണ്ടാൽ എല്ലാവരും ആകർഷിക്കപ്പെടും. എന്തുകൊണ്ടാ? കാരണം അവർക്ക് സ്വയം വിശ്വാസമുണ്ട്. നീ എവിടെ പോയാലും എന്ത് ചെയ്താലും ആത്മവിശ്വാസത്തോട് ചെയ്യൂ. അപ്പോൾ മറ്റുള്ളവർ നിന്നെ നോക്കി പറയും, ഇവന് നോക്ക്, എന്താ ആത്മവിശ്വാസം. ഇത് എങ്ങനെയാ വളർത്തേണ്ടത്? ആദ്യം നിന്റെ പോസ്ചർ ശരിയാക്കണം. നേരെ നിന്ന് തല ഉയർത്തി നിൽക്കണം. ഇത് ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ ആത്മവിശ്വാസം 50% കൂടും. രണ്ടാമത്, കണ്ണിൽ നോക്കി സംസാരിക്കണം. മറ്റുള്ളവരുടെ കണ്ണിൽ നോക്കാൻ ഭയപ്പെടരുത്. നീ ശക്തനാണ്, നീ കേപ്പബിൾ ആണ്. മൂന്നാമത്, സ്വന്തം നേട്ടങ്ങൾ ഓർക്കണം. നീ ഇതുവരെ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും എഴുതി വെക്കണം. അത് വായിക്കണം. നീ കണ്ടുപിടിക്കും നീ എത്ര പവർഫുൾ ആണെന്ന്, നീ എത്ര സക്സസ്ഫുൾ ആണെന്ന്. ഓർക്കൂ, ആത്മവിശ്വാസം അകത്തു നിന്നും വരേണ്ടതാണ്. വേറെ ആരുടെ അംഗീകാരം വേണ്ട. നീ സ്വയം നിന്നെ തന്നെ വിശ്വസിച്ചാൽ മതി. നിനക്കറിയാമോ, ആത്മവിശ്വാസമുള്ള ഒരാൾ റൂമിൽ വന്നാലേ എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്ക് തന്നെയായിരിക്കും. അതാണ് പവർ, അതാണ് മാഗ്നറ്റിസം. രണ്ടാമത്തെ പവർഫുൾ കാരണമാണ് പോസിറ്റിവിറ്റി. നിനക്കറിയാലോ, എല്ലാവരും പോസിറ്റീവ് ആളുകളെ ഇഷ്ടപ്പെടും. കാരണം അവരുടെ കൂടെ ഇരിക്കുമ്പോൾ അവർക്ക് പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. നീ എപ്പോഴും കരയുകയും പരാതിപ്പെടുകയും നെഗറ്റീവായി പെരുമാറുകയും ചെയ്താലോ ആരും നിന്റെ അടുത്തേക്ക് വരില്ല, ആരും തന്നെ. പക്ഷെ പോസിറ്റീവ് ആയാലോ എല്ലാവരും നിന്റെ അടുത്ത് വരും. കാരണം നീ അവർക്ക് എനർജി കൊടുക്കുന്നു, ഗുഡ് വൈബ്സ് കൊടുക്കുന്നു, അവർക്ക് സന്തോഷം കൊടുക്കുന്നു. എങ്ങനെ പോസിറ്റീവ് ആകാം? 1, പ്രശ്നങ്ങളിൽ സൊല്യൂഷൻ കാണണം. പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കരുത്, ഇത് എങ്ങനെ പരിഹരിക്കാമെന്ന് ചിന്തിക്കണം. 2, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം. ദിവസേന എന്തെങ്കിലും കാര്യങ്ങൾക്കെല്ലാം നന്ദി പറയണം. നിങ്ങളുടെ ലൈഫിലെ നല്ല കാര്യങ്ങൾ ഓർമ്മിക്കണം. 3, പോസിറ്റീവ് വാക്കുകൾ മാത്രം ഉപയോഗിക്കണം. കഴിയില്ല, ഇമ്പോസിബിൾ, ഹോപ്പ്ലെസ് എന്നിങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. ഫോർ എക്സാമ്പിൾ, നിന്റെ ഒരു ഫ്രണ്ട് പറയുന്നു, എനിക്ക് ജോലി കിട്ടുന്നില്ല. നെഗറ്റീവ് ആയ ആൾ എന്താ പറയുക? ആ ശരിയാ, ഇപ്പോൾ കിട്ടാൻ വലിയ പാട് തന്നെയാ ഒരാൾക്ക് ജോലി. പോസിറ്റീവായ ആളോ, ഇത് നിനക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി കണ്ടെത്താനുള്ള ടൈമാണ്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. കണ്ടില്ലേ വ്യത്യാസം? ആരെയാ കൂടുതൽ ഇഷ്ടപ്പെടുക? പോസിറ്റീവ് ആളിനെ തന്നെയല്ലേ? പോസിറ്റിവിറ്റി ഒരു പകർച്ചവ്യാധി പോലെയാണ്. നിങ്ങൾ പോസിറ്റീവ് ആയാൽ മറ്റുള്ളവരും പോസിറ്റീവ് ആവും. അപ്പോൾ എല്ലാവരും നിന്റെ കൂടെ ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കും. മൂന്നാമത്തെ സൂപ്പർ പവറാണ് നിങ്ങൾ ഒരു നല്ല ലിസണർ ആകുക എന്നത്. ഇത് ഒന്ന് ശ്രദ്ധിക്കൂ. ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ നിനക്ക്? എല്ലാവരും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ആരും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. നീ നല്ലൊരു കേൾവിക്കാരനായാൽ അവർ നിന്നെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് തന്നെയായിരിക്കും വിളിക്കുന്നത്, അത് ഉറപ്പാണ്. എന്തുകൊണ്ടാണ് ലിസണിങ് പവർഫുൾ ആയത്? മനുഷ്യർക്ക് എല്ലാവർക്കും തങ്ങളുടെ കഥ പറയാൻ ആഗ്രഹമുണ്ട്, തങ്ങളുടെ പ്രശ്നങ്ങൾ പറയാൻ ആഗ്രഹമുണ്ട്, തങ്ങളുടെ സന്തോഷങ്ങൾ ഷെയർ ചെയ്യാനും ആഗ്രഹമുണ്ട്. നിങ്ങളത് കേട്ടുകൊടുത്താലേ അവർക്ക് തോന്നും, ഇവൻ എന്നെ മനസ്സിലാക്കുന്നു, ഇവൻ എന്നെ പരിഗണിക്കുന്നു, ഇവൻ എന്നെ വാല്യൂ ചെയ്യുന്നു. ആക്റ്റീവ് ലിസണിങ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. 1, മൊബൈൽ ഫോൺ മാറ്റിവെക്കണം. മറ്റു വർക്കുകളെല്ലാം നിർത്തി അവരെ മാത്രം ഫോക്കസ് ചെയ്യണം. 2, കണ്ണിൽ നോക്കി തന്നെ കേൾക്കണം. ഇടയ്ക്കിടെ തലയാട്ടണം, ശരിയാണ്, ആഹാ, ഇങ്ങനെ ചെറിയ റിയാക്ഷനുകൾ കൊടുക്കണം. 3, അവർ പറഞ്ഞതെല്ലാം സമ്മറൈസ് ചെയ്ത് തിരികെ പറയണം. നീ പറയുന്നത് ഇതാണല്ലേ, അപ്പോൾ അവർക്ക് തോന്നും നിങ്ങൾ ശരിക്കും കേട്ടു എന്ന്. 4, ക്വസ്റ്റ്യനുകൾ ചോദിക്കണം. നിനക്കത് എങ്ങനെ ഫീൽ ചെയ്തു? പിന്നെ എന്ത് ചെയ്യാനാ പ്ലാൻ? ഞാൻ എങ്ങനെയാണ് നിന്നെ സഹായിക്കേണ്ടത്? ഇങ്ങനെ പറയണം. ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് അറിയാമോ? അവർ സംസാരിക്കുമ്പോൾ നീ നിന്റെ സ്റ്റോറി പറയാൻ കാത്തിരിക്കരുത്, അവരുടെ സ്റ്റോറിയിൽ തന്നെ ഫോക്കസ് ചെയ്യണം. അവർ പറയുന്നു, എനിക്ക് ഓഫീസിൽ പ്രശ്നമുണ്ട്, ഉടനെ നീ പറയരുത്, എനിക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു.
നിന്റെ കഥ പറയുന്നതിന് മുൻപ് നീ അവരുടെ പ്രശ്നം മുഴുവൻ കേൾക്കണം. ഇനി ഒരു പവർഫുൾ ടിപ്പ്, അവരുടെ ഇമോഷൻ അക്നോളജ് ചെയ്യണം. നീ വളരെ ദേഷ്യത്തിലാണ് ഇതിലല്ലേ, നിനക്ക് വളരെ വിഷമമുണ്ടായല്ലേ? ഇങ്ങനെ പറഞ്ഞാൽ അവർക്ക് തോന്നും നീ അവരെ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. ഗുഡ് ലിസണേഴ്സ് വിരളമാണ്. നീ ഒരാളായാൽ എല്ലാവരും നിന്നെ തേടിയെത്തും. 4ാമത്തെ അട്രാക്റ്റീവ് ക്വാളിറ്റിയാണ് ഓതന്റിസിറ്റി. നിനക്കറിയാലോ, ഇന്നത്തെ കാലത്ത് എല്ലാവരും ഫേക്കാണ്. സോഷ്യൽ മീഡിയയിൽ ഒരു വ്യക്തിത്വം, റിയൽ ലൈഫിൽ വേറൊരു വ്യക്തിത്വം. പക്ഷേ നീ റിയൽ ആയിരിക്കണം, നീ ജെന്യുവൻ ആയിരിക്കണം, നീയായി തന്നെ ഇരിക്കണം. അതാണ് നിന്റെ സൂപ്പർ പവർ. റിയൽ ആയിരിക്കുക എന്നാൽ എന്താ? 1, നിന്റെ ഫീലിങ്സ് ഒരിക്കലും ഹൈഡ് ചെയ്യരുത്. സന്തോഷമാണെങ്കിൽ അത് പ്രകടിപ്പിക്കണം, സങ്കടമാണെങ്കിൽ അത് തന്നെ പറയണം. എന്നാൽ ഡ്രാമാറ്റിക് ആകരുത് കേട്ടോ. 2, നിന്റെ മിസ്റ്റേക്ക് സമ്മതിക്കണം. എനിക്കിതിൽ തെറ്റിപ്പോയി, എനിക്കിത് അറിയില്ല, ഇങ്ങനെ പറയാൻ ഒരിക്കലും മടിക്കരുത്. 3, ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഫേക്ക് കാര്യങ്ങൾ പറയരുത്. നീ ആരാണോ എന്താണോ അത് തന്നെ ആയിരിക്കൂ, അത് തന്നെ പറയൂ. എന്തുകൊണ്ടാണ് റിയൽ പേഴ്സണെ ഇഷ്ടപ്പെടുന്നത്? കാരണം അവർക്ക് കംഫർട്ട് ഫീൽ ചെയ്യും. അവർക്കും റിയൽ ആയിരിക്കാം, അവർക്ക് മാസ്ക് വെക്കേണ്ട ആവശ്യം വരില്ല. ഫേക്ക് ആയിട്ടുള്ള ആളുകളുടെ കൂടെ ഇരിക്കുമ്പോൾ എപ്പോഴും ടെൻഷനാണ്. ഞാൻ എന്തു പറയണം, ഞാൻ എങ്ങനെ ഇംപ്രസ് ചെയ്യണം, എൻ്റെ ലുക്ക് മോശമാണല്ലോ, ഇങ്ങനെയുള്ള ടെൻഷൻ. പക്ഷേ റിയൽ പേഴ്സൻ്റെ കൂടെ ഇരിക്കുമ്പോൾ റിലാക്സേഷൻ, കംഫർട്ട്, ഈസിനെസ് ഇവയെല്ലാം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ഫേക്ക് ആയിട്ടുള്ള പേഴ്സൺ പറയുക, ഞാൻ എപ്പോഴും സക്സസ്ഫുൾ ആണ്, എനിക്ക് ഒരു പ്രശ്നവുമില്ല, എല്ലാം പെർഫെക്റ്റ് ആണ്. റിയൽ ആയിട്ടുള്ള ആൾ എന്താ പറയുന്നത്? ഇന്ന് എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ദിവസമായിരുന്നു, പക്ഷേ ഞാൻ മാനേജ് ചെയ്തു, നാളെ ബെറ്റർ ആവുമെന്നാ പ്രതീക്ഷ. നീ പറയൂ, ആരാണ് കൂടുതൽ റിലേറ്റബിൾ? റിയൽ പേഴ്സൺ അല്ലേ? ഓർക്കൂ, പെർഫെക്ഷൻ ബോറിംഗ് ആണ്, ഇംപെർഫെക്ഷൻ ആണ് ഇൻട്രസ്റ്റിംഗ്. യഥാർത്ഥ വ്യക്തി തന്നെ ആയിരിക്കും. നിന്റെ സ്ട്രഗിൾ ഷെയർ ചെയ്യണം, നിന്റെ ഫെയിലേഴ്സ് പറയണം, നീ എങ്ങനെ അത് ഓവർകം ചെയ്തു എന്ന് പറയണം. അതെല്ലാം മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആകും. റിയൽ ആയിരിക്കുക, ജെന്യുവൻ ആയിരിക്കുക, അതാണ് നിന്റെ സ്ട്രെങ്ത്. 5ാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയാണ് നീ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നത്. ഇതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള റീസൺ. നീ മറ്റുള്ളവരുടെ ഡ്രീംസിനെ സപ്പോർട്ട് ചെയ്യണം, അവരുടെ ഗോൾസിനെ വിശ്വസിക്കണം, അവരെ എൻകറേജ് ചെയ്യണം. ലോകത്തിൽ 2 തരം ആളുകളുണ്ട്. 1, മറ്റുള്ളവരുടെ സ്വപ്നങ്ങളെ കൊല്ലുന്നവർ. 2ാമത്തേതോ മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ വളർത്തുന്നവർ. നീ 2ാമത്തെ കാറ്റഗറിയിൽ വരണം. സപ്പോർട്ടീവ് ആവുക എന്നാൽ അവരുടെ ഐഡിയാസിൽ വിശ്വസിക്കണം. നിനക്കത് ചെയ്യാൻ പറ്റും, നിന്റെ പ്ലാൻ സൂപ്പറാണ്, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യും എന്നിങ്ങനെ പറയണം. 2, പറയുക മാത്രമല്ല, ചെറിയ ഹെൽപ്പ് ചെയ്യണം, ഒരു കണക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഒരു റിസോഴ്സ് ഷെയർ ചെയ്യണം, അത്യാവശ്യമാണെങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ടും നിനക്കാവുമെങ്കിൽ കൊടുക്കുക. പിന്നെ അവരുടെ വിജയം സെലിബ്രേറ്റ് ചെയ്യുക. അവർ എന്തെങ്കിലും നേടിയാൽ ആദ്യം കൺഗ്രാജുലേറ്റ് ചെയ്യുന്നവരിൽ ഒരാൾ നീ ആയിരിക്കണം. അവരുടെ ഡൗൺ ടൈമിൽ അരികിൽ നിന്ന് കൊടുക്കുക. പരാജയപ്പെട്ടാൽ, പ്രശ്നം വന്നാൽ അപ്പോൾ അവരൊരിക്കലും ഉപേക്ഷിക്കരുത്. ഒരു പവർഫുൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളുടെ ഒരു ഫ്രണ്ട് പറയുന്നു, എനിക്ക് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഒരു നോൺ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാൾ പറയുക, അയ്യോ ബിസിനസ് വളരെ റിസ്കിയാണ്, 90% ബിസിനസ്സും ഫെയിൽ ചെയ്യും, നീ നിന്റെ ഇപ്പോഴത്തെ ജോലി തന്നെ ചെയ്താൽ മതി. സപ്പോർട്ടീവ് ആയ പേഴ്സൺ എന്താ പറയേണ്ടത്? ഇത് ബിസിനസ്സാണ് പ്ലാനിലുള്ളത്, എനിക്ക് 2 കണക്ഷൻ ഉണ്ട്, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, നമുക്കൊരു ബിസിനസ് പ്ലാൻ ഡ്രാഫ്റ്റ് ചെയ്താലോ? 2ാമത്തെ ആളിനെ ആയിരിക്കും എല്ലാവരും ഇഷ്ടപ്പെടുക. കാരണം അവർ ലൈഫ് ബിൽഡറാണ്. ഒന്ന് ശ്രദ്ധിച്ചേ, സപ്പോർട്ട് ചെയ്യുക എന്നതേ സപ്പോർട്ട് അല്ല. മണ്ടത്തരങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത്. പക്ഷേ റീസണബിളായ ഡ്രീംസ്, ഗോൾസ്, പ്ലാൻസ് അവയെല്ലാം സപ്പോർട്ട് ചെയ്യണം. തെറ്റായ പാതയിൽ പോവുകയാണെങ്കിൽ സ്നേഹത്തോടെ മുന്നറിയിപ്പ് കൊടുക്കുകയും വേണം. ഓർക്കൂ, നീ ആരെങ്കിലും സപ്പോർട്ട് ചെയ്താൽ, അവർ വിജയിച്ചാൽ, അവർ നിന്നെ എന്നും ഓർക്കും. അവർ പറയും, എൻ്റെ വിജയത്തിന്റെ പുറകിൽ ഇവനുണ്ട് എന്ന്. അതാണ് ട്രൂ ഫ്രണ്ട്ഷിപ്പ്, അതാണ് ട്രൂ റിലേഷൻഷിപ്പ്, അതാണ് ട്രൂ ലീഡർഷിപ്പ്. നീ മറ്റുള്ളവരുടെ സക്സസിൽ ഇൻവെസ്റ്റ് ചെയ്യൂ, അവർ നിന്റെ സക്സസിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഞാൻ ഇനി പറയുന്നവ ഒരിക്കലും നീ ചെയ്യരുത്. മിസ്റ്റേക്ക് 1, എല്ലാവരെയും ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഓവർ ആക്ട് ചെയ്യരുത്. നീ ആരാണോ അതായി തന്നെ ഇരിക്കണം. ഫോഴ്സ്ഡായി, ഫണ്ണിയായി ഇരിക്കാൻ ശ്രമിക്കരുത്. മിസ്റ്റേക്ക് 2,
സെൽഫ് ഡൗട്ട്, എനിക്ക് പറ്റുമോ, എനിക്ക് അറിയില്ല, എനിക്ക് കോൺഫിഡൻസ് ഇല്ല എന്നിങ്ങനെ ഒരിക്കലും പറയരുത്. മിസ്റ്റേക്ക് 3, നെഗറ്റീവ് ഗോസിപ്പ്. മറ്റുള്ളവരെ കുറിച്ച് മോശം ഒരിക്കലും പറയരുത്. പുറകിൽ നിന്ന് കുറ്റം പറയരുത്. അത് നിന്റെ ക്യാരക്ടറിനെ നശിപ്പിക്കും. മിസ്റ്റേക്ക് 4, അറ്റൻഷൻ സീക്കിംഗ്. എപ്പോഴും സെന്റർ ഓഫ് അറ്റൻഷൻ ആകാൻ നോക്കരുത്. മറ്റുള്ളവർക്കും സ്പേസ് കൊടുക്കണം, ഷൈൻ ചെയ്യാൻ അവസരം കൊടുക്കണം. മിസ്റ്റേക്ക് 5, കണ്ടീഷണൽ ഫ്രണ്ട്ഷിപ്പ്. എനിക്ക് എന്ത് കിട്ടും എന്ന് വിചാരിച്ച് മാത്രം ഫ്രണ്ട്ഷിപ്പ് ചെയ്യരുത്. ജെന്യൂനായി കെയർ കാണിക്കണം. ജെന്യൂൻ ഫ്രണ്ട് ആയിരിക്കുക. അവസാനമായി ഒരു കാര്യം പറയട്ടെ, നിന്നെ എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല. അത് ഇമ്പോസിബിൾ ആണ്. ചില ആളുകൾ നിന്നെ ഇഷ്ടപ്പെടാതിരിക്കാം, അത് നോർമലാണ്. പക്ഷേ റൈറ്റ് പീപ്പിൾ, നിന്റെ വൈബിനോട് മാച്ച് ചെയ്യുന്ന ആളുകൾ നിന്നെ ഇഷ്ടപ്പെടും, അഡോർ ചെയ്യും, റെസ്പെക്റ്റ് ചെയ്യും. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ആയിരിക്കൂ, പോസിറ്റീവ് ആയിരിക്കൂ ആൻഡ് സക്സസ്ഫുൾ ആയിരിക്കൂ. ആൻഡ് അക്സെപ്റ്റ് ദ മിറക്കിൾസ് റൈറ്റ് നൗ.